everyone. എനിക്ക് ആസ്പിറൻസിനോട് പറയാനുള്ളത് ടോപ്പേഴ്സ് പറയുന്നത് ബ്ലൈൻഡ്ലി വിശ്വസിക്കാനും പാടില്ല. ബിക്കോസ് യു ആർ എൻ ഇൻഡിവിജ്വൽ ഓൺ യുവർ ഓൺ. അതാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ഒരുപാട് ടോപ്പേഴ്സ് വീഡിയോസ് കണ്ട് നമ്മളൊക്കെ ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ആവും. ബിക്കോസ് ഓരോ ടോപ്പറിനും അവരുടേതായിട്ടൊരു സ്ട്രാറ്റജി കാണും, അവരുടേതായിട്ടൊരു കംഫർട്ട് സോൺ കാണും. സോ ആ ആ അഡ്വൈസ് എല്ലാം അസിമിലേറ്റ് ചെയ്ത് വാട്ട് സൂട്ട്സ് യു ബെസ്റ്റ് അത് നിങ്ങളാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ലോങ് അവേഴ്സ് പഠിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ പുട്ട് ഇൻ ലോങ് അവേഴ്സ്, ഓർ ഇഫ് യു കാൻ പുട്ട് ഇൻ ലോങ് അവേഴ്സ് കൺസിസ്റ്റന്റ്ലി ഷോർട്ട് അവേഴ്സ് എല്ലാ ഡേയും ഇടാൻ ശ്രമിക്കുക. ബിക്കോസ് എനിക്കിപ്പം ചില ടോപ്പേഴ്സിനെ പോലെ 14-16 hours ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഐ ഫൈൻഡ് ഇറ്റ് വെരി ഡ്രെയിനിങ്. സോ ബട്ട് ഒരു 10 hours അതെനിക്ക് ഡൂവബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. സോ അങ്ങനെ സ്വന്തം സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കൺസിസ്റ്റൻസി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ ലോ ആയിട്ടിരിക്കുന്ന ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്താൽ that makes a difference. So be consistent, be motivated, because ഈ ജേർണി കുറെ അപ്സും ഹൈസും ഉള്ളതാണ്, ഹൈസ് ആൻഡ് ലോസ് ഉള്ളതാണ്. സോ നമുക്ക് എന്നും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനും ഒരു ബുദ്ധിമുട്ട് കാണും. സോ ഫൈൻഡ് യുവർ ഓൺ വേസ് ഫോർ ബീങ് മോട്ടിവേറ്റഡ്. ടേക്ക് കെയർ ഓഫ് യുവർ മെന്റൽ ഹെൽത്ത് and your physical health, because service കയറിയിട്ട് you have to serve the public in your best health. അപ്പം നമ്മൾ പ്രിപ്പറേഷൻ്റെ ഇടയിൽ we tend to ഈ ഫിസിക്കൽ ഹെൽത്തിനൊക്കെ വൈകിട്ട് ഫുൾ ടൈം പഠിത്തമായിരിക്കും. ബട്ട് try to give some importance to that also, because at the end of the day you have to live your life. So be consistent, be motivated, start your preparation from today itself. Don't wait for the perfect moment. Test series എടുക്കുമ്പം എല്ലാം പഠിച്ചിട്ട് എഴുതാമെന്ന് ആരും വിചാരിക്കേണ്ട. ബിക്കോസ് അങ്ങനെ ഒരു ഡേ നമുക്ക് വന്നിട്ടില്ല എല്ലാം പഠിച്ചിട്ട് എഴുതാന്നുള്ളത്. സോ എന്താണ് പഠിച്ചത് ആ ടെസ്റ്റ് സീരീസ് അപ്പൊ തന്നെ അറ്റൻഡ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ടു എവരിവൺ.